ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും ജാമ്യത്തിനും ശേഷം കേരളത്തിലെ ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിന്ദു ഐക്യവേദി നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ കെ.പി. ശശികല ഇത്തവണ Q8 നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ഒരു വല്ലാത്ത ഒരാശയക്കുഴപ്പത്തിലേക്കും പ്രതിരോധത്തിലേക്കും പാർട്ടിയെ കൊണ്ടെത്തിക്കുന്ന സമയങ്ങളൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും അവരവരുടേതായ സ്വതന്ത്രമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധിഷ്ഠിത സംഘടനയല്ല. ഹൈന്ദവ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതിനെതിരെ പ്രക്ഷോഭമോ നിയമപോരാട്ടമോ നടത്തുന്ന സംഘടനയാണ്. അപ്പോൾ അത് ഭാരതത്തിലെവിടെ അത്തരം വിഷയങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തന രീതി. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു അറസ്റ്റ് വരിക, അതിൽ ജാമ്യം കിട്ടാൻ ഒരു ഇടപെടൽ അസ്വാഭാവികമായിട്ട് നടത്തി എന്ന് ഹിന്ദു ഐക്യവേദി കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരിവാർ കുടുംബത്തിനകത്തുനിന്ന് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ അതൊരു പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കില്ലേ? ഇപ്പോൾ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിരപരാധികളാണ് എന്ന് നമുക്ക് മണത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അവർ അപരാധിയാണോ നിരപരാധിയാണോ എന്നുള്ളത് അതതിൻ്റെ നിയമ സംവിധാനത്തിലൂടെയാണ് ബോധ്യമാവേണ്ടത്. മറിച്ച് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടത് അവിടെ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കേരളം അവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓടുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു വ്യക്തി നിരപരാധിയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നിരപരാധികളാണ് എന്നോ അപരാധികളാണോ നമുക്ക് പറയാൻ സാധ്യമല്ല. നിരപരാധിയാണോ അപരാധിയാണോ അത് നിയമത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിരപരാധിയാണ് എന്ന് വെളിപ്പെടേണ്ടത്. അതിനു മുന്നേ ഒരല്പം ധൃതി രാഷ്ട്രീയക്കാർ കാണിച്ചു എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിച്ചത്. കന്യാസ്ത്രീകൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ നിലപാട് ഐക്യവേദി എടുക്കുന്നത്. അത് പരിവാറിൻ്റെ ഒരു ഘടനയെ പറ്റിയിട്ട് പൊതുവെ, കാരണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവം പരിവാറിന് ഇല്ലാത്തത് കൊണ്ടാകാം അതിനെപ്പറ്റി വേണ്ടത്ര ഗ്രാഹ്യം മാധ്യമങ്ങൾക്കില്ല. ഓരോ സംഘടനയ്ക്കും അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു തലമുണ്ട്. അവിടെ അവർ സ്വതന്ത്രരാണ്. അവരുടേതായ വിഷയങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതൊരിക്കലും ബന്ധങ്ങളെ ബാധിക്കും. ന്യൂനപക്ഷ വിരുദ്ധരാണ് ബി.ജെ.പി എന്നുള്ളൊരു പ്രചാരണം പല ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് LDF UDF ഒക്കെ അത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്രൈസ്തവ സമുദായങ്ങളെ അധ്യക്ഷന്മാരെ നേരിട്ട് പോയി കാണുന്നു, കേക്കുമായി അരമനകൾ പോകുന്നു എന്നൊക്കെ ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇതാ മതപരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളടക്കമുള്ളവർ ഈ ക്രൈസ്തവ സമുദായത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമൊക്കെ നടത്തുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഗ്രിപ്പ് മോശമാക്കില്ലേ? ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതേതുമാകട്ടെ പക്ഷങ്ങൾക്കതീതമായല്ലേ പ്രവർത്തിക്കേണ്ടത്? ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടുത്തെ പൗരന്മാരല്ലേ? അവർക്കെല്ലാം തുല്യമായ അവകാശാധികാരങ്ങളല്ലേ വേണ്ടത്? അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾ അവരോടൊപ്പം നിൽക്കും. ഏതെങ്കിലും പക്ഷമല്ല നമ്മളോടൊപ്പം നിൽക്കേണ്ടത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്? അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും അധികം കേസുകൾ ചാർജ് ചെയ്ത സ്ത്രീ എന്നുള്ളൊരു റെക്കോർഡ് തനിക്കായിരിക്കും എന്നൊരു മാധ്യമം പറഞ്ഞു. പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്തിങ്ങനെ ഒപ്പിച്ചു പാടുന്നവരോട് എന്നതടക്കം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി ഇത് ഈ പറയുന്നത് ബി.ജെ.പിയോടാണോ? എല്ലാവരോടും എല്ലാവരോടുമാണ് പറയുന്നത്. എല്ലാവരോടും ഹിന്ദു ഐക്യവേദി പറയുന്ന അവർക്ക് കേൾക്കാം. പക്ഷെ നിങ്ങൾ പറയുന്നതിനകത്ത് ബി.ജെ.പിയും അല്ല, എല്ലാവരോടും തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ മോചിപ്പിക്കാൻ, അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇവിടെ ഇരുന്ന് തീരുമാനിച്ച് അവരെ മോചിപ്പിക്കാനും നേരിട്ട് കാണാനും ഇവിടുന്ന് പോവാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല. ഒരു പക്ഷേ പറഞ്ഞ വ്യഭിചാരം ഒഴിച്ചുള്ള എല്ലാ വകുപ്പുകളും, വധശ്രമം, അല്ലെങ്കിൽ വധിക്കാനുള്ള, ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ വകുപ്പുകളാണ് എനിക്കെതിരെ ഡോക്ടർ സെൻകുമാർ അല്ലെങ്കിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ്, SJR കുമാർജി ഞങ്ങൾക്കൊക്കെ ചാർത്തിയത്. ഒരു രാഷ്ട്രീയക്കാർക്കും അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയും സമീപിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കേസൊന്ന് പിൻവലിച്ച് തരണം എന്ന് പറയാൻ ഞങ്ങൾ ആരെയും സമീപിച്ചിട്ടില്ല. കാരണം കേസ് ചാർജ് ചെയ്യപ്പെട്ടാൽ നിയമപരമായ പോരാട്ടമാണ് പിന്നെ നടത്തേണ്ടത്. പ്രചരണം നടത്തും.
ഈ കേസ് കള്ളക്കേസുകളാണ് എന്ന നിലയിൽ പ്രചരണം നടത്തും. അതല്ലാതെ ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണേ പറഞ്ഞ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി, ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഞങ്ങളാരും നാളിതുവരെ സമീപിച്ചിട്ടില്ല. ഞങ്ങളുടെ കേസൊന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിട്ടില്ല. കാരണം നമ്മൾ ഈ ധൈര്യത്തോടു കൂടിയാണല്ലോ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അത് പൂവിരിച്ച പാതയാവില്ല, ഉറപ്പാണ്. അതിനകത്ത് മുള്ളുകൾ ഉണ്ടാകും. ചവിട്ടി നടക്കാമെന്ന ധൈര്യത്തിൽ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ തീർച്ചയായും കന്യാസ്ത്രീകളും അവർ പറയുന്ന സമാജത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അനുഭവിക്കാം എന്നുള്ള നിലയിലല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് താല്പര്യമുള്ളതേ കിട്ടൂ എന്ന് വരില്ല പൊതുരംഗത്തേക്ക് ഇറങ്ങിയാൽ. ആ ചാർത്തിയ കേസ് കള്ളക്കേസാണ്. ഇരകളെ ഭീഷണിപ്പെടുത്തി. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയടക്കം വളരെ ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി. എന്തൊക്കെ വരുന്നുണ്ട്. അപ്പം ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ ആരാണ് ഇര? അവിടെ സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടികളാണോ ഇര, കന്യാസ്ത്രീകളാണോ ഇര? അല്ല, പെൺകുട്ടികൾ പോലും പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലിൽ പോലും വന്നിരിക്കുന്നത് പോലീസിന് അഗെയിൻസ്റ്റ് ആണ്. അല്ല, പെൺകുട്ടികൾ പറയുന്നില്ലല്ലോ. ഒരു മാധ്യമ പ്രവർത്തക, ഒരു വനിത കൂടിയാണ്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ അവരെ കടത്തി കൊണ്ടുപോകാമെന്നാണോ പറയുന്നത്? ഈ നടന്നത് കേരളത്തിലായിരുന്നു എന്ന് കൂട്ടുക. നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു. ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു സന്യാസിനി കേരളത്തിലെ ഏതെങ്കിലും ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് 2-3 പാവപ്പെട്ട പെൺകുട്ടികളെയും കൊണ്ടുപോകുന്നു. ജോലി കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. കാരണം ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ സന്യാസി സഭകൾക്ക്, ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. അതിലേക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. രക്ഷിതാക്കൾ സമ്മതിച്ചിട്ടുണ്ടാവും, കാരണം സാമ്പത്തികമായി പിന്നിൽ നിൽക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഒരു 2-3 പെൺകുട്ടിയെയും കൊണ്ട് കേരളത്തിലൊരു റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. അവിടെ TTEക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ RPFനോ സംശയം തോന്നുന്നു. എങ്ങനെയായിരിക്കും നിങ്ങളൊക്കെ ആ കേസിനെ കൈകാര്യം ചെയ്യുക? ഈ തൊഴിൽ കടത്തിൻ്റെ പേരിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ സംഭാവന ചെയ്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഉണ്ടാക്കുന്ന പണം എത്രയാണ് എന്നുള്ളത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ അത്തരം കാര്യങ്ങളുടെ പുറകെ ഞങ്ങൾ വേണ്ടത്ര തെളിവുകൾ കിട്ടിക്കൊണ്ടാണ് പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന മിഷണറിമാർ പോലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള എക്സാമ്പിൾ ഉണ്ട്. അതായത് ഈ പറയുന്നത് വളരെ വളരെ ലാഘവത്തോടു കൂടിയുള്ള ഇതൊക്കെ കത്തിക്കുമ്പോൾ ഇത് ചെല്ലുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ഇത് നടത്തുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ആ വല്ലാത്ത തീവ്രതയെ പറ്റി അവരാലോചിച്ചാൽ മതി. അപ്പോൾ ഈ വിഷയം നിൽക്കും. എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ പോയി സേവന പ്രവർത്തനം നടത്തുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ തന്നെ മുസ്ലിം സമൂഹത്തിന് പട്ടിണിയുണ്ടെന്ന് പറഞ്ഞത് നമ്മളല്ല, സച്ചാർ കമ്മീഷനാണ് പറഞ്ഞത്. ഇവിടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. അവർക്ക് പ്രത്യേക സംവരണം കൊടുക്കണം. അവർക്ക് പ്രത്യേക എന്തിന്? സച്ചാർ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പാലൊളി കമ്മിറ്റി ഉണ്ടാക്കി. കേരളത്തിൽ വരെ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്കൂളിൽ ഫണ്ട് അനുവദിച്ചൊരു മുസ്ലിം പെൺകുട്ടികൾക്ക് ശൗചാലയങ്ങൾക്കുള്ള ഫണ്ട്. ഇത്ര വൃത്തികേട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തിരൂർ ഞാനൊരു സ്കൂളിൽ നേരിട്ട് കണ്ടതാണ്. അതിൻ്റെ ഫണ്ട് നമ്മുടെ ഒരു ഭരണഘടന വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക്, സ്ത്രീകൾക്ക് അങ്ങനെ ഒരു റിസർവേഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഇതേ വേണ്ട എന്ന് പറയുന്നത് ഇത് ആ കാലഘട്ടത്തിലെ ഒരു ചരിത്ര പശ്ചാത്തലം വെച്ചിട്ടല്ലേ ചില വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു റിസർവേഷൻ അനുഭവിക്കാനുള്ള. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കേവലം മത ന്യൂനപക്ഷം എന്നേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഭാഷാ ന്യൂനപക്ഷമുണ്ട്, പല ന്യൂനപക്ഷങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ആരാണ് ന്യൂനപക്ഷം? 0.5% പാഴ്സികൾ. ഇതിൽ ഏതെങ്കിലും ഒരു അസ്വസ്ഥതയിൽ അവർ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയത് പോരാന്നോ? ഞങ്ങൾക്ക് ഇന്ന വിഷയങ്ങളുണ്ടോന്നോ? 0.5% തികച്ചില്ല. ആരാണ് ന്യൂനപക്ഷം? ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നിർദ്ദേശപ്രകാരം 2% താഴെ വരണ്ടുള്ളൂ. പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളും കൊടുക്കണമെങ്കിൽ ഭാരതത്തിൽ അത് ആവശ്യമില്ല. ഈ പറഞ്ഞ മാതിരി നാട് മുഴുവൻ നടന്നിട്ട് മതം മാറ്റാനുള്ള പൈസയുള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കണോ? ഈ കേരളം പോലെ ഒരു സ്ഥലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസത്തിലും ആതുര പ്രവർത്തനത്തിലുമൊക്കെ ഇത്രയേറെ നമ്മുടെ ചരിത്രം ഇതിങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. എങ്ങനെ നമുക്ക് കേരളത്തിലിരുന്ന് ഇങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അതൊരു വിദ്വേഷത്തിന്റെ ഒരു വിദ്വേഷം. ഞാൻ പറഞ്ഞേ, ആര് ആതുര ശുശ്രൂഷ നടത്തുന്നതിനോ, ആര് സേവാപ്രവർത്തനം നടത്തുന്നതിനോ, വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിനോ നമ്മളാരും എതിരല്ല. പക്ഷെ അതിന് മതം ഒരു ഘടകമാകരുത്. മതം മാറ്റാൻ വേണ്ടിയാകരുത്. മതം മാറ്റാൻ വേണ്ടിയാണെങ്കിൽ നേരത്തെ ചെയ്തതാണ്. കേരളത്തിൽ നിന്ന് അനാചാരം, അയിത്തം, തൊടൽ, തീണ്ടൽ ഇതിൽ നിന്നൊക്കെ മാറി നടക്കാൻ, രക്ഷപ്പെടാൻ സ്വന്തമായിട്ട് ഈഴവ സമുദായം അടക്കം സ്വയമായിട്ട് മതം മാറിയ ചരിത്രമുണ്ട്. അത് കേരളത്തിന്റെ ചരിത്ര രേഖകളിലുള്ളതല്ലേ? ഇതിലൊക്കെ നിർബന്ധിത മതപരിവർത്തനം കേരളത്തിൽ നിർബന്ധിത ഞാനൊരൊറ്റ ചോദ്യം, മതം മാറിയാൽ അയിത്തം മാറും എന്നാണല്ലോ പറഞ്ഞത്. ഇവിടുത്തെ മാത്രം പഠിക്കരുതിൽ ഒരു രോഗം എയ്ഡ്സ് ഉണ്ടായാൽ
കേരളത്തിലെ എയ്ഡ്സ് സെല്ലിനെ പറ്റിയല്ലോ ഗവേഷണം നടത്തുക. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നടത്തണ്ടേ? നന്നായ ശേഷമേ അല്ല വേണ്ട, ഞാൻ ചോദിച്ചുള്ളൂ, മതം മാറിയാൽ അവരുടെ അയിത്തം പോവും പറഞ്ഞല്ലോ. അങ്ങനെ മാറിയില്ലേ? അല്ല, മതം മാറിയാൽ അയിത്തം പോവും. അല്ല മാഡം പറഞ്ഞു മതം മാറിയാൽ അയിത്തം പോവും. അങ്ങനെ പോയിരുന്നെങ്കിൽ രണ്ട് കൂട്ടരുടെ കയ്യിലും ബൈബിളായിരുന്നു. അകറ്റി നിർത്തിയ വെള്ളക്കാരന്റെ കയ്യിലും അല്ലെങ്കിൽ അകന്ന് മാറേണ്ടി വന്ന കറുത്ത വർഗ്ഗക്കാരന്റെ കയ്യിലും ബൈബിളായിരുന്നു. രണ്ടുപേരും പോയിരുന്നത് രണ്ടുപേരും ആരാധിക്കുന്നത് ഒരേ ഇതിലാണ്. അപ്പൊ അവര് ചെയ്തിട്ടുള്ള പിന്നെ അയിത്തവും അനാചാരവും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എത്രയോ പേരെ വിവിധമായ എന്താ പറയേണ്ട ആരാധനാ രീതികളുടെ പേരിൽ കൊന്നൊടുക്കി. ഇന്നലെകളെ നോക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ അത് കേരളത്തിലോ ഭാരതത്തിലോ മാത്രം പോരാ. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകൾ ഇത്തരം നീക്കങ്ങൾ വീടുകളിൽ വന്ന് ഞാനൊന്ന് പറയട്ടെ, ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട സഭകൾ ആ പ്രവർത്തനം നടത്തുന്നില്ല. ഇപ്പോൾ അടിവരയിട്ട് പറയണം. കാരണം ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ അവർ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അവർ അതിനുള്ള മനസ്സ് കാണിക്കുകയോ ചെയ്തു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ഛത്തീസ്ഗഡിൽ പോയത് ആരായിരുന്നു? ഏത് സഭയുടെ ആളുകളായിരുന്നു? അത് കേരളം അത് അംഗീകരിക്കില്ല എന്നതുകൊണ്ട് മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാട് മോഷണം ക്രൈസ്തവ സഭ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ അവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കത്തോലിക്കരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കുഞ്ഞാടുകളെ മോഷ്ടിക്കാൻ ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല. അത് ഈ പ്രധാന സഭകൾ ഇപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈ തരത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇവരുടെ കൈകളുണ്ട്. അതിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറല്ല എന്നുള്ളിടത്ത് അത് ഇപ്പം സമയം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കണതാണോ എന്ന ഭയം ഞങ്ങൾക്കുണ്ട്. അതിനു പകരം പെന്തക്കോസ്ത് സഭകൾ വ്യാപകമായി പരിശ്രമം നടത്തുമ്പോൾ ഒരു കാലത്ത് അവർ എതിർത്തിരുന്നു. 2008 ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തതാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കുമ്പോൾ അതിൽ ക്രൈസ്തവ വോട്ടുകളുണ്ട്, ക്രൈസ്തവ സഭകളുടെ വ്യക്തമായിട്ടുള്ള പിന്തുണകളുണ്ട്. അത് അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ തരത്തിൽ സഭകളെ ഒന്നടങ്കം കുറ്റപ്പെടുത്തൽ വരുമ്പോൾ ഇതൊക്കെ ഇനിയുള്ള സമയത്ത് BJP നടത്തുന്ന ഒരു ന്യൂനപക്ഷ ഒരു അനുനയിപ്പിക്കലിന് തുരങ്കം വെക്കില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പക്ഷങ്ങളെ അല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ അല്ല ഒരു രാഷ്ട്രീയം പ്രതീക്ഷിക്കേണ്ടത്, ജനങ്ങളെയാണ്. അവരവരുടെ നയങ്ങളും പരിപാടികളും കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക. ആ രാഷ്ട്രീയ പാർട്ടിയെ ആവശ്യമുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ വികസന നയങ്ങളോട് പിന്തുണയുണ്ടെങ്കിൽ, ആ രാഷ്ട്രീയ പാർട്ടി ഈ നാടിൻ്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയെ സമീപിക്കും. അത് പക്ഷമായിട്ടല്ല വരേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചാൽ വോട്ട് കിട്ടുന്ന ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊക്കെ ഇരിക്കുന്നത് സഭാ മേധാവികളുടെ കയ്യിലാണ്. ഭൂരിപക്ഷത്തിൻ്റെ വോട്ടൊക്കെ ഇരിക്കുന്നത് സന്യാസിമാരുടെയും അല്ലെങ്കിൽ അല്ല. ഒരു വ്യക്തി 18, നേരത്തെ ഇവിടെ പറഞ്ഞല്ലേ 18 വയസ്സിൻ്റെ പ്രശ്നം, 18 വയസ്സായ ഒരു വ്യക്തിയാണ് വോട്ട് ചെയ്യണത്. എന്താണ് അന്യമതസ്ഥരോട്? അന്യമതം എന്നൊരു മതമില്ല. ഒരു വിദ്വേഷം. എന്താണ് വിദ്വേഷം? അന്യമതം എന്നൊരു മതമില്ല. മറ്റെല്ലാ മതസ്ഥൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഏതെങ്കിലും മതം തെറ്റാണെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു മതത്തെ മതം മാറ്റണം ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ മതമാണ് കേമമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്. എല്ലാ മതസ്ഥർക്കും തുല്യ നീതി കിട്ടിയിരിക്കണം, തുല്യമായ അവസരം കിട്ടിയിരിക്കണം. ഒരു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാം മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം, അല്ലാതെ ഭീകരവാദിയെ അംഗീകരിക്കുക എന്നുള്ളതല്ല. ക്രിസ്തു മതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം, മതം മാറ്റത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല. അത് എൻ്റെ സ്വന്തം കുട്ടിയാണെങ്കിൽ പോലും ഞാൻ സ്നേഹിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ എതിർത്തിരിക്കും. അത് സ്നേഹം കൊണ്ടാണ്. ഹൈന്ദവ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് തീവ്രവാദം നടത്തുന്നവരില്ലേ? എപ്പോഴെങ്കിലും അത് തള്ളി പറയാം? കണ്ടേക്കാം, തള്ളി പറയാലോ. തീർച്ചയായിട്ടും ഹിന്ദു ഭീകരവാദമോ അല്ലെങ്കിൽ അക്രമമോ ഒന്നും ഒരു മതത്തിൻ്റെ ഭാഗമല്ല. കാരണം ഒരു ഗോഡ്സെ എന്നൊരു വ്യക്തി രാഷ്ട്രത്തിന് ചെയ്തിട്ടുള്ള തെറ്റ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിച്ച പോലെ വേറെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം ഹിന്ദു മഹാസഭ എന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് തീവ്രത പോരാ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് ഹിന്ദു മഹാസഭ. എന്ത് സംഭവിച്ചു? ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ആ സംഘടന വളർന്നു? രാഷ്ട്രത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഹൈന്ദവ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഗോഡ്സെ ജയന്തി ആഘോഷിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന സംഘപരിവാർ അതിനൊന്ന് തള്ളി പറഞ്ഞു. തീർച്ചയായും സംഘപരിവാറിനകത്ത് ഒരാളും ഗോഡ്സെ ജയന്തി ഒന്നാമത് എന്നാന്ന് എനിക്ക് പോലും അറിയാൻ വയ്യട്ടോ. ഒരെന്നാ ജനിച്ചതെന്ന് ഞാൻ സംഘപരിവാർ അല്ല എന്ന് പറയില്ലല്ലോ അല്ലേ.
ഗാന്ധിജിയെ കൊന്ന ഡേറ്റ് മാത്രമേ എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാവുന്നുള്ളൂ. അദ്ദേഹം ജനിച്ചത് എന്നാണോ തൂക്കിക്കൊന്നതും അത് ട്വിറ്റർ നോക്കിയാൽ മതി. ആ സമയത്ത് കാരണം അദ്ദേഹത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് തന്നെ ഇവിടെ എതിരാളികളാണ്. കാരണം അവർക്ക് സംഘപരിവാറിനെ അടിക്കാൻ വേണ്ടി ഗോഡ്സെ ഗോഡ്സെ ഗോഡ്സെ. ഞാനൊന്നേ പറഞ്ഞപ്പോൾ അമേരിക്കയിലെ കെന്നഡി കൊല ചെയ്യപ്പെട്ടതാ അല്ലേ? കെന്നഡിയെ കൊന്നത് ആരെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ കെന്നഡിയെ കൊന്നവൻ്റെ പേരെന്താന്നുള്ളത്? ഇന്ദിരാഗാന്ധിയെ കൊന്നവനാരാ? ഗൂഗിളിൽ തപ്പാതെ പറയാൻ പറ്റുമോ? കാരണം നമുക്ക് കൊലപാതകയുടെ പേര് പ്രശ്നമല്ല, അത് ആരും പറഞ്ഞ് പ്രചരിപ്പിക്കാറില്ല. കൊലപാതകയുടെ പേര് കാരണം കൊല നടന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. കൊലപാതകിക്ക് ഒരിക്കലും ഇത് കിട്ടരുത്, പോപ്പുലാരിറ്റി കിട്ടരുത്. അതുകൊണ്ട് എവിടെയും കൊലപാതകയെ പറ്റി നമ്മൾ പറയില്ല, കൊന്നു എന്നുള്ളത്. കാരണം അത് ശിക്ഷയോടുകൂടി കഴിഞ്ഞു. നേരെ മറിച്ച് ഗോഡ്സെയാണ് ആ കാര്യത്തിൽ ഭാഗ്യവാൻ. സംഘപരിവാറിൽ വിശ്വസിക്കാത്ത ഒരു ഹിന്ദുവേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ പോലും നടക്കുന്നു. അപ്പോ ഈ ആശയത്തോട് ഒരുമിച്ച് യോജിച്ചു പോകാൻ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവ് അല്ലേ? സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ, ദൈവത്തിലേ വിശ്വസിക്കാത്തവൻ ഹിന്ദുവാ, പിന്നെയാണോ സംഘപരിവാറിൽ വിശ്വസിക്കാത്തവൻ ഹിന്ദു ആവാത്തത്? സംഘപരിവാർ ഒരു സംഘടനയല്ലേ, മതം വേറെയല്ലേ? ഞങ്ങളൊരിക്കൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് AKGയുടെയും ഒക്കെ മാരാർജിയുടെ കൂട്ടത്തിൽ AKGയുടെയൊക്കെ ഫോട്ടോ വെച്ചപ്പോൾ സഖാക്കളെ ഇളകി. AKGയുടെ ഫോട്ടോ നിങ്ങളെങ്ങനെ വെക്കണം? ഞങ്ങളെ സംബന്ധിച്ച് AKG ഹിന്ദുവാണ്. AKGയുടെ കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമില്ല. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ഞങ്ങൾ ഫോട്ടോ വെച്ചപ്പോൾ നിങ്ങളെങ്ങനെ AKGയുടെ ഫോട്ടോ വെക്കണമെന്ന് വെച്ചു. മറ്റേ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു BJPക്കാരൻ അർച്ചന നടത്തിയപ്പോൾ പൂട്ടിയിട്ടു. ഹിന്ദുവാണെന്ന് അംഗീകരിച്ചു. കാരണം ആ മരിച്ചവർ ഹിന്ദുക്കളാണെന്ന് ഞങ്ങൾക്കറിയാം. അവരെ ആദരിക്കുക. കാരണം അവരൊന്നും നിങ്ങളുടെയല്ല, പൂട്ടിയിട്ടു. ഗണഗീതം പാടുന്നത് എന്തിനാണ്? അമ്പലങ്ങളിൽ ഗണഗീതം പാടേണ്ട ആവശ്യമില്ലല്ലോ. ഗണഗീതം എന്നൊരു ഒരു സാഹിത്യ ശാഖയില്ല. രാഷ്ട്രത്തിന് ചേരുന്നു എന്ന് തോന്നുന്ന ഗാനങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള ഗണഗീതം എന്ന് ഇപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു മറ്റേ ഈ ആട്ടക്കഥ പാട്ട് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഖണ്ഡകാവ്യം മഹാകാവ്യം എന്ന് പറഞ്ഞാൽ ഗണഗീതം എന്ന് പറഞ്ഞൊരു സാഹിത്യ ശാഖ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു രചനയില്ല. ആരെങ്കിലുമൊക്കെ രചിച്ച ഗാനങ്ങളിൽ നമുക്ക് ദേശഭക്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കും. വ്യക്തിക്കും അല്ലെങ്കിൽ കൂട്ടായി നിൽക്കുമ്പോഴും ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടമായി ചെല്ലുന്നു എന്നേ അർത്ഥമുള്ളൂ. എല്ലാ പാട്ടും ഗണഗീതാണ്. ഈ പലപ്പോഴും ഈ പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പലപ്പോഴും പോകുന്നില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ശബരിമല പ്രക്ഷോഭകാലത്തൊക്കെ അങ്ങനെ ഒരു ഇമേജാണ് വന്നത്. അങ്ങനെ നിയമം കയ്യിലെടുക്കാം, അങ്ങനെ ഒരു സന്ദേശം. നിയമം കയ്യിലെടുക്കരുത്. നിയമം കയ്യിലുള്ളവർ അത് വേണ്ട വിധത്തിൽ പ്രയോഗിച്ചില്ലെങ്കിൽ എന്താണ് ചെയ്യുക? വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായ അസ്വസ്ഥതകളൊക്കെ നമ്മൾ മറന്നോ? നിയമം കയ്യിലെടുക്കുക മാത്രമല്ലല്ലോ, തീയിട്ടില്ലേ പോലീസ് ജീപ്പിനൊക്കെ? അത്രയൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അത്രയൊന്നും എന്നാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ പോലീസുകാരെ ഉപദ്രവിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷൻ കത്തിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി. കാരണം ഒരു ശബരിമല പ്രക്ഷോഭകാലത്ത് ഒരു പ്രക്ഷോഭത്തിൽ നമുക്ക് നീതി കിട്ടിയില്ല എന്ന് കണ്ടാൽ നമ്മൾ മറ്റേ കമ്പ്യൂട്ടർ വെച്ചിട്ടല്ലല്ലോ പ്രക്ഷോഭം നടത്തുന്നത്. ഓരോ തലച്ചോറും കയ്യും കാലും ഒക്കെയുള്ള ആ തലച്ചോറുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കയ്യും കാലും ഒക്കെയുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നീതി വൈകിപ്പോകുമ്പോൾ സ്വാഭാവികമായി എവിടെയും ചിലപ്പോൾ അത് അക്രമത്തിലേക്ക് നീങ്ങിയേക്കാം. അതവിടെയും നടന്നിട്ടുണ്ടാകാം. അത് ശബരിമല പ്രക്ഷോഭത്തിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഈ നാട്ടിലെ പൗരന്മാരാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. കാരണം വിഴിഞ്ഞം കേസടക്കം പിൻവലിച്ചു. വിഴിഞ്ഞത്ത് പോലീസുകാർ പട്ടിയെ പോലെ തല്ലുകൊണ്ടതാണ്. ആ കേസടക്കം പിൻവലിച്ചു. പക്ഷേ ശബരിമല കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ നിയമത്തിന് വിധേയരായി ജീവിക്കേണ്ടവരാണ്. പട്ടികജാതിക്കാരായ കലാകാരന്മാർക്ക് എത്ര ക്ഷേത്രങ്ങളിലടക്കം ചെണ്ട കൊട്ടാൻ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അവരോടൊപ്പം നിന്നത് ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളെ നിന്നിട്ടുള്ളൂ. തീർച്ചയായും ആരൊക്കെ പൂജയടക്കം ജാതിക്ക് അതീതമായി ചെയ്യണമെന്നുള്ളത് കൊണ്ടാണല്ലോ സംഘത്തിൻ്റെ ഒരു മുതിർന്ന പ്രചാരകൻ മാധവ്ജിയുടെ ശ്രമഫലമായിട്ടല്ലേ തന്ത്രവിദ്യാപീഠം ഉണ്ടായത്. കേരളം അതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ പറ്റിയിട്ട്? എല്ലാ ജാതിയിലും പെട്ടവരെ പൂജ പഠിപ്പിക്കാൻ വേണ്ടി അവർ സംവിധാനം ഉണ്ടാക്കിയത് RSSൻ്റെ മുതിർന്ന പ്രചാരകനായ മാധവ്ജിയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോഴും അത് നടന്നു പോകുന്നത് ആ സംവിധാനത്തിൽ കൂടിയൊക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. പാലിയം വിളംബരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ജാതിക്ക് കാലാനുസൃതമായ ഒരു മാറ്റം വേണമെന്ന് ഇപ്പൊ SNDP അടക്കം ഷർട്ട് വിവാദത്തിലടക്കം പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ഹിന്ദു മതം ഇസ്ലാമിനെ പോലെയോ ക്രിസ്ത്യാനിറ്റിയെ പോലെയോ തലപ്പത്തൊരു തീരുമാനം എടുക്കേണ്ടതല്ല. ഈ ക്ഷേത്രത്തിൽ ഞാൻ പോകുന്ന എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ ഷർട്ട് ഇടണോ ഷർട്ട് ഇടണ്ടയോ അതാരാ തീരുമാനിക്കുക?
സഹായങ്ങൾ നൽകുമ്പോൾ സഹായത്തിന് പകരം മതം മാറ്റുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോഴും ഇവിടെ കേരളത്തിലും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന സവർണ്ണ ജാതിക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, ഒക്കെയുണ്ട്. ഈ ഒരു വിഷയം വരുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ പോലെ സ്ത്രീകളാണെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ, ഇപ്പോൾ കന്യാസ്ത്രീകൾ വന്ന് മഠത്തിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് ഇതാ വിദ്യാഭ്യാസം തന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി തന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഹിന്ദു സംഘടനകൾ ഇത്രയും ഉണ്ടായിട്ട് പോലും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ മൊത്തം ഭാരതത്തിന്റെ കേരളത്തിൽ നോക്കുക, ഹൈന്ദവ സംഘടനകൾ ചെയ്യുന്ന, ഹൈന്ദവ സമൂഹം ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളോടൊപ്പം ഇന്ന് ഒരു കാലത്ത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകില്ല. കാരണം അത്തരം അങ്ങനെ ആ ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക്, ഒരു സംഘടിത അവസ്ഥയിലേക്ക് സമാജം വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നത് മുതൽ സേവാഭാരതി ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ണടച്ചാർക്കെങ്കിലും ഇരുട്ടാക്കാൻ സാധിക്കും. രാഷ്ട്രീയ സേവാഭാരതിയും ദേശീയ സേവാഭാരതിയും ഈ കേരളത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനി പോട്ടെ, ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി മഠം സേവനങ്ങളൊന്നും ചെയ്യുന്നില്ലേ? ആയിരക്കണക്കിന് അമ്മമാരാണ് അവരുടെ അമൃത കുടുംബവുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിച്ചു വരുന്നത്. മതപരിവർത്തന നിയമം അത് നടപ്പിലാക്കണം, കേരളത്തിലും നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതൊരു പ്രക്ഷോഭം ഘടിപ്പിക്കാനോ അതിലേക്ക് നീങ്ങാനോ? അത് ഭാരതം മുഴുവൻ അത്തരത്തിലൊരു നിയമം ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല. ഈ പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായി നമ്മൾ ആരാധിക്കുന്ന മഹാത്മാഗാന്ധിയാണ്. എനിക്ക് അധികാരം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മതം മാറ്റം നിരോധിക്കണം. കാരണം അത് വ്യക്തിത്വത്തോടുള്ള, അവരുടെ സ്വാഭിമാനത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. കേരളത്തിലെ ഒരു നിലപാടാണ്. ഇപ്പം ഇത്രയും പറഞ്ഞു തീർച്ചയായും ഹിന്ദു ഐക്യവേദി അത്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അടക്കമുള്ള സംഘടനകൾ കേരളത്തിൽ മതപരിവർത്തന നിയമം നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്കോ അങ്ങനെ ഒരു നീക്കത്തിലേക്കോ കടക്കാം. അല്ല, ഞങ്ങള് പിന്നെ മതപരിവർത്തനം നിരോധിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ, കാരണം ആർക്കും എങ്ങോട്ടും മാറ്റണ്ട, മതപരിവർത്തനം നിരോധിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് കർശനമായ നിയമങ്ങൾ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും എടുക്കണം. പറ്റുമെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ ഒന്നിച്ചു മതി, ഭരണഘടനാനുസൃതമായി തന്നെ അത് ഇന്ത്യയിൽ മതം മാറ്റം നിരോധിക്കണം എന്ന് തന്നെയാണ്. അത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാം നമുക്ക് ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അടിയന്തര ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ജനകീയ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ രീതിയിലല്ലെങ്കിലും ഞങ്ങളുടെ ആവശ്യം മതപരിവർത്തനം, അതിപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ആലോചിച്ചു വേണം. കേരളത്തിൽ അങ്ങനെ ഒരു ഫോക്കസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് BJP കൂടെ ഉൾപ്പെടുത്താതെ അല്ല, കേരളത്തിലും മതം മാറ്റം പാടില്ല എന്ന് തന്നെയാണ് പറയണത്. ജനകീയ പ്രക്ഷോഭം വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല പറയുക, അത് നമുക്ക് കൂടി ആലോചിച്ചിട്ടേ പറയാൻ സാധിക്കുള്ളൂ. ആ ആവശ്യമുണ്ട്. ഞങ്ങൾക്കൊണ്ട് കേരളത്തിൽ നിന്ന് ഭാരതം മുഴുവൻ മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കണം. കാരണം അത് സ്വാഭിമാനത്തിന് മുറിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മതം മാറ്റം നിയമം മൂലം ആർക്ക് വേണമെങ്കിൽ ചാരിറ്റി നടത്താം, അതിന് മതം വാങ്ങരുത്, പണയം മേടിക്കരുത്. അല്ല, പല സംസ്ഥാനങ്ങൾ അത് കൊണ്ടുവന്നു. അപ്പൊ കേരളത്തിൽ അത് കൊണ്ടുവരണം ആവശ്യപ്പെടുമെങ്കിൽ അതിനൊപ്പം BJP നിൽക്കുമോ? പിന്നെ അതിനെന്താ സംശയം? കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് ആര് ഭരണത്തിൽ കയറിയാലും കൊണ്ടുവരണം. ആര് കൊണ്ടുവരുമെന്ന് പറയുന്നവരോടൊപ്പം ഞങ്ങളുണ്ട്. ഭരണമാറ്റം നടന്നാലല്ലേ ചെയ്യുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾ മനുഷ്യരെ അല്ല എന്ന് തീരുമാനിക്കുന്ന LDFും UDFും അത്തരത്തിലൊരു തീരുമാനം എടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആരാണോ ഹൈന്ദവ സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് അവരോടൊപ്പം BJP, അതാരും ആകട്ടെ, BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, ഇനി മുന്നണികളാകട്ടെ, ഹിന്ദുവിൻ്റെ ആവശ്യങ്ങളോടൊപ്പം നിൽക്കുമോ അവരുടെ പിന്നിൽ ഞങ്ങളുണ്ട്, ഉറച്ചുണ്ട്. ഓക്കെ, വളരെ നന്ദി.